കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ഈ കുടുംബത്തോട് കാണിച്ചത് വലിയൊരു ചതിയാ. നിനക്കെന്ത് ചെയ്യാൻ പറ്റും ജഗന്നാഥ? അവന് ജന്മം നൽകിയെന്ന് കരുതി അവന്റെ ബുദ്ധിയെ മാറ്റാൻ കഴിയില്ലല്ലോ. ചെറിയച്ഛൻ ആരാന്നുള്ളത് ഞങ്ങൾക്കറിയാം. വരുൺ ചെയ്തത് ചെറിയൊരു തെറ്റല്ല, അതുകൊണ്ട് അവൻ ശിക്ഷ അർഹിക്കുന്നു. തൽക്കാലം ചെറിയച്ഛൻ ഇതിന്റെ പേരിൽ വിഷമിക്കരുത്. അത് ശരിയാ ചെറിയച്ഛ. വരുണേട്ടനെ കുറിച്ച് ചെറിയച്ഛൻ ഓർക്കണ്ട. നടന്നതൊന്നും ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. വരുണേട്ടൻ നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഇനി നടക്കാനുള്ളത് എന്താന്ന് ചിന്തിക്ക്. ഇനിയും തെറ്റുകൾ ഉണ്ടാവാതെ നോക്കാം. പോടി മരമണ്ടി. നടക്കുന്നത് വല്ല അറിഞ്ഞോണ്ടാണോ അവള് നിന്ന് ലെക്ചർ അടിക്കുന്നു? അച്ഛന്റെ കാര്യോർത്ത് നമുക്ക് ഇനി ഒത്തിരി കാലം വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അച്ഛൻ ഒരു ദിവസം പെട്ടെന്ന് പഴയതുപോലെ എഴുന്നേറ്റ് വരും. വീട്ടിലുണ്ടായിരുന്ന അപശകനും ഇപ്പൊ പുറത്തായില്ലേ. നാളെ സാവിത്രി പൂജ തുടങ്ങുമല്ലേ. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. വിഷമിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. കൊച്ചുകുട്ടിയാണെങ്കിലും വലിയ കാര്യമാണ് നീ പറഞ്ഞത്. നേരം വെളുക്കുമ്പോ വ്രതവാ. ഇനി ഈ വീട്ടില് ആരും വിഷമിക്കാൻ പാടില്ല. സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् ശ്രേയാ, ശ്രേയാ. ഇത്ര നേരം വെളുത്ത് ഈ കുളിയുടെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? തൊഴുത് പ്രാർത്ഥിക്കാം. ഇത് പിടിക്ക. അമ്മയുടെ അടുത്തത് കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിച്ചോണ്ട് വാ. മുതിർന്നവരുടെ അനുഗ്രഹത്തോടെ വേണം പൂജ തുടങ്ങാൻ. അനുഗ്രഹം വാങ്ങിയിട്ട് പൂജ തുടങ്ങാൻ പാടുള്ളൂ. അതെ, ചെല്ല്. അമ്മേനെ അനുഗ്രഹിക്കണം. ഞാൻ വ്രതം തുടങ്ങാൻ പോവാ. മുതിർന്നവരുടെ അനുഗ്രഹത്തോടെ വേണല്ലോ ഇന്നത്തെ പൂജ തുടങ്ങാൻ. എന്നെ അനുഗ്രഹിക്കമ്മേ. ദീർഘ സൗഭാഗ്യവതിയായിരിക്കട്ടെ. ഭർത്താവും കുട്ടികളും ഒത്ത് ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കണം. നിനക്ക് ഈ ചടങ്ങുകളൊക്കെ അറിയായിരുന്നു? എനിക്കെല്ലാം അറിയാം അമ്മ. എന്റെ അമ്മ ചെയ്യാറുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ നിന്ന് ഞാനും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു.
ഞാൻ എന്റെ ആ ക്യാരക്ടർ അങ്ങ് മാറ്റുക. ഇന്നല്ല ഞാൻ ആ മുമ്പ് നിന്ന് നടത്താൻ പോകുന്നത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. എന്നാലേ എനിക്ക് വേണ്ട വ്യക്തി എന്നെ ശ്രദ്ധിക്കുള്ളൂ, എന്നോട് അടുക്കുള്ളൂ. അമ്മേ, അമ്മേ, പൂജയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അമ്മേ? അതോ ഞാൻ വലുത് ചെയ്യാനുണ്ടോ? അതിന്റെ ഒന്നും കാര്യമില്ല മോളെ, നീ പൂജയ്ക്ക് ഇരുന്നാ മാത്രം മതി. അയ്യോ, നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ പൂജയ്ക്കിരുന്ന എങ്ങനെ ശരിയോ? എന്തെങ്കിലും ഒരു അത്യാവശ്യം പെട്ടെന്ന് വന്നാലോ? എല്ലാവരും സ്വീകരിക്കുകയൊക്കെ വേണ്ടേ? ദേ നോക്ക്, നമ്മളിപ്പോ സംസാരിച്ച് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. ചെറിയമ്മേ വാ, ചെറിയമ്മേ വാ. എന്താ ചെറിയമ്മ വരെ എത്ര വൈകിയേ? ശ്രേയ, ഇത് നീ തന്നെയാണോ? അതെ, ശ്രേയ തന്നെയാ. എന്റെ കല്യാണത്തിന് വന്നപ്പോ രണ്ടാമത്തെ നിരയിലല്ലായിരുന്നോ ചെറിയമ്മ ഇരുന്ന്? ഓർമ്മയുണ്ടാവില്ലെന്ന് കരുതിയോ? ചെറിയമ്മ വന്നേ, പോയിരിക്കെ. ഏയ് ഐശ്വര്യ, സുഖായിരിക്കുന്നോ? ആ, സുഖായിരിക്കുന്നു. ശരി, ചെല്ല്. എല്ലാവരും ലേറ്റാ. വാ രുക്മിണി. കൗസല്യേ, നിന്റെ ഇളയ മരുമോള് കൊള്ളാലോ. ആള് മിടിക്കുക കേട്ടോ. നിന്റെ മൂത്ത മരുമോളെ പോലെ അല്ല. നല്ല കുട്ടിയാന്ന് തോന്നുന്നു. ചെന്നിരിക്കെ. എല്ലാവർക്കും എന്നെ കുറ്റം പറഞ്ഞാലേ ഇരിപ്പുറയ്ക്കും. ഇതെന്താ എന്നുമില്ലാത്ത പോലെ നേരം വെളുത്തപ്പ തൊട്ട് ഇവിടെ സീനാണല്ലോ. വായിച്ചി, സുഖായിരിക്കുന്നു? സുഖം. നിനക്ക് സുഖായിരിക്കുന്നു? ആ, സുഖായിരിക്കുന്നു. അയ്യോ, ചന്ദനം മറന്നല്ലോ. സാരമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. പൂജാമുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. എന്നാ ശരി. ശ്രേയക്ക് എന്ത് മാറ്റം ഉണ്ടായെന്ന് നീ കണ്ടോ? ഞാനും അത് നോക്കുമായിരുന്നമ്മേ. നമ്മൾ കാര്യമില്ലാതല്ലേ വിഷമിച്ചേ. കൊച്ചുകുട്ടികളാകുമ്പോ ഇങ്ങനെ എല്ലാത്തിനും കുറച്ച് സമയം എടുക്കും. ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്ന? നിനക്കറിയില്ല അല്ലേ? ശരിക്കറിയാഞ്ഞിട്ടാണോ? സത്യമായിട്ടും അറിയില്ലേ? അറിയില്ല ചേച്ചി. പിന്നെ എല്ലാം അറിയാന്ന് ഏത് വകുപ്പിലാ പറഞ്ഞ്? പറഞ്ഞെന്ന് വെച്ചപ്പോ എന്താ ചേച്ചി? ഈ പൂജയുടെ കാര്യത്തിൽ എന്താ വല്ല പരീക്ഷ നടത്തുന്നുണ്ടോ? അത്രയെങ്കിലും മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ശ്രേയേ, ദേവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവളാള് മുറ്റായല്ലോ. ചേച്ചിയുടെ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. ദേവൻ ഇവിടുന്ന് വരാൻ? വൈദേഹി ഉള്ളിടത്തല്ലേ ദേവനും ഉണ്ടാവാറുള്ളൂ. എന്തിനാ എന്നെ നോക്കുന്ന? ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. അല്ലേ തന്നെ ഞാൻ പറഞ്ഞതില് തെറ്റെന്താ ഉള്ളത്? സത്യമല്ലേ ഞാൻ പറഞ്ഞ? എന്താ മിണ്ടാതിരിക്കുന്ന? എന്തെങ്കിലും ഒന്ന് പറ. ഒരു വിരൽ നമ്മൾ മറ്റൊരാളുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരൽ നമുക്ക് നേരെ ചൂണ്ടുന്നേന്ന് ഓർക്കണം. എന്ന് വെച്ചാ എന്താ സാർ ഉദ്ദേശിച്ചേ? നീ എന്താന്നും നിന്നെക്കുറിച്ച് ഞാൻ കരുതുന്ന എന്താന്നും എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാം. എല്ലാവരും നമ്മളെപ്പോലെ ആയിരിക്കില്ല, അത് മനസ്സിലാക്ക. എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, ഞാൻ പറഞ്ഞത് മാത്രം സത്യമാ. വൈദേഹി എവിടെയുണ്ടോ ദേവനും അവിടെ തന്നെ ഉണ്ടാവും. मङ्गलं तव भवतु शिववेणी महिताव्यपाणि मत्तमधुकरनिकरनिभवेणी
നീയും ഇപ്പൊ വ്രതം എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലല്ലോ. സത്യമായിട്ട് നീ വ്രതം എടുക്കുന്നില്ല? എന്റെ കാര്യം എന്തേലും ആവട്ടെ ദേവേട്ടാ. ദേവേട്ടൻ എന്ത് കാര്യത്തിന് ഇവിടെ വന്നിരിക്കുന്നേ? അവിടെ ശ്രേയയ്ക്ക് വ്രതം തുടങ്ങണ്ടേ? ശ്രേയയോടൊപ്പം ദേവേട്ടനും വ്രതം എടുക്കണം. അങ്ങോട്ട് ചെന്നേ. വ്രതമൊക്കെ എടുത്തോളാം, പക്ഷെ അത് ശ്രേയോടൊപ്പം ആയിരിക്കില്ല. ഞാൻ നിന്റെ കൂടെ എടുക്കാൻ പോകുന്നേ. ഈ വ്രതം കഴിയുന്നതിന് മുമ്പ് നിന്റെ മനസ്സിൽ ഞാനേ ഉള്ളൂ എന്നുള്ളത് നിന്റെ വായ കൊണ്ട് നീ തന്നെ വിളിച്ചു പറയും. അതിനുവേണ്ടി ഞാൻ ഈ വ്രതം എടുക്കാം. ഇത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള വ്രതമല്ല. സൗഭാഗ്യവതിയായിരിക്കാൻ വേണ്ടി ഭാര്യമാരെടുക്കുന്ന വ്രതം. ഭാര്യമാരോടൊപ്പം ഭർത്താക്കന്മാർ ഇന്ന് ഈ വ്രതം എടുക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം മറ്റെന്താ ഉള്ളത് വൈദേഹി? ചിലത് ആഗ്രഹിക്കാൻ മാത്രമേ സുഖം ഉണ്ടാവൂ. നേടിയെടുക്കാൻ ശ്രമിക്കരുത്. നേടേണ്ട കാര്യങ്ങൾ ദേവേട്ടന് മുന്നിൽ ഒരുപാടുണ്ട്. എനിക്ക് നേടാനുള്ളത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വൈദേഹി. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അസ്യ ശ്രീരുദ്രാധ്യായ പ്രശ്നമഹാമന്ത്രസ്യ അഘോര ഋഷിഃ അനുഷ്ഠുപ് ഛന്ദഃ സംകർഷണമൂർത്തിസ്വരൂപോ യോസാവാദിത്യഃ പരമപുരുഷഃ स एष रुद्रो देवता नमः शिवायेति बीजं शिवतरायेति शक्तिः महादेवायेति कीलकं श्री सांब सदाशिव प्रसाद सिद्ध्यर्थे जपे विनियोगः। ओम अग्निहोत्रात्मने अंगुष्ठाभ्यां नमः दर्शपूर्णमासात्मने तर्जनीभ्यां नमः। കൗസല്യേ, എന്താ നിന്റെ മൂത്ത മരുമോള് മാറി നിൽക്കുന്നത്? ഊർമിള, നീ വ്രതം എടുക്കുന്നില്ലേ? എടുക്കുന്നില്ല. എന്ത് വ്രതം എടുത്തിട്ട് എന്താ? ചിലതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന? നമ്മുടെ ഊർമിളയ്ക്ക് മുട്ടുവേദനയുള്ളതാണേ. അപ്പൊ താഴെ ഇരിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവള് താഴെ ഇരിക്കാത്തത്. അല്ലാതെ വ്രതം എടുക്കാൻ മടിയുണ്ടായിട്ടല്ല. അങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഈ പ്രായത്തിൽ എനിക്കെവിടുന്ന് മുട്ടുവേദന ഉണ്ടാവാനടി കേളവേ? അതെന്തായാലും നന്നായി. പക്ഷെ മുട്ട് തല്ലിയൊടിച്ച് ശരിക്കും മുട്ടുവേദന വരുത്തേണ്ടതായിരുന്നു. എൻ്റെ മോന് പകരം ഇവള് കിടന്ന കിടപ്പായ മതിയായിരുന്നു. വീൽ ചെയറിലൊരു മൂലയ്ക്ക് ഇരുന്നേനെ ഉള്ളു. ഇവന് വിളിക്കാൻ കണ്ടൊരു നേരം എന്താ ചെയ്യാ? പാവം, ആരും നിർത്താതെ വിളിക്കുന്നുണ്ടല്ലോ. എടുത്ത് സംസാരിച്ചൂടെ? എന്തിനാ കട്ട് ചെയ്യുന്നത് ശ്രേയ? ഇപ്പൊ തന്നെ എടുത്ത് സംസാരിക്കാനും മാത്രം അത്ര പ്രധാനപ്പെട്ട കോളൊന്നുമല്ലേ ചേച്ചി. ആരാ മോളേത്? അത് അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചത്. അമ്മ പിന്നെ പ്രധാനപ്പെട്ട കോളല്ലാന്ന് പറഞ്ഞ എന്താ? എത്ര വട്ടോ അമ്മ വിളിക്കുന്നു? എന്താ കാര്യമെന്ന് ആർക്കറിയാം? എടുത്ത് സംസാരിക്കാം. ഹലോ അമ്മേ. അമ്മയോ? ഓ, മനസ്സിലായി. തൊട്ടടുത്ത് തന്നെ ആളുണ്ടെന്ന് തോന്നുന്നു. എന്നാ ഞാൻ പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടോ. അമ്മ ചുമ്മാ വിളിച്ചതാത്രേ.
വ്രതമൊക്കെ നന്നായി നടക്കുന്നുണ്ടോ ചോദിക്ക. ആ എല്ലാം നന്നായി നടക്കുന്നുണ്ടമ്മേ. ആ ഇവിടെ എല്ലാം ഭംഗിക്ക് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ ആൽബത്തിന്റെ മാനേജർ ഇപ്പം ഞാനാ. നീ തന്നെ അഭിനയിക്കണം. പക്ഷേ അതിന് ചെറിയൊരു ലുക്ക് ടെസ്റ്റ് ഉണ്ട്. 1/2 മണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്തണം. പെട്ടെന്ന് തിരിച്ചു വയ്ക്കോ. പറ്റില്ല, ഇപ്പൊ വരാൻ പറ്റില്ല. അത് ഇവിടെ പറയുന്ന ശരിക്കും കേൾക്കുന്നില്ല. സിഗ്നൽ കുറവാത്രേ. പുറത്തൊന്ന് സംസാരിക്കാൻ പറയാം. ഇവിടെ പൂജ തുടങ്ങിയ സ്ഥിതിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞതാ. എനിക്ക് വരാൻ പറ്റില്ലമ്മേ. എനിക്കെല്ലാം കേൾക്കുന്നുണ്ട്. പറയാനുള്ളതൊക്കെ പറഞ്ഞോ. വരില്ല എന്ന് പറയരുത്, തെറ്റല്ലേ അത്? എന്റെ ചക്കര മുത്തല്ലേ, എന്റെ പൊന്നു മോളല്ലേ, എന്റെ കരളല്ലേ. 1/2 മണിക്കൂർ മതി. ദേ വന്ന് ദാന്നങ്ങ് പൊയ്ക്കോ. ഇതുപോലൊരു ചാൻസ് വീണ്ടും കിട്ടില്ല ശ്രേയ. ചുറ്റും നിന്റെ ബന്ധുക്കളല്ലേ, ഒത്തിരി സംസാരിച്ച് കാര്യം കുളവാക്കണ്ട. 1/2 മണിക്കൂർ ആരും കാണാതെ വന്നിട്ട് പൊയ്ക്കോ. ഓക്കെ അല്ലേ? എന്നാ വന്നിട്ട് പൊയ്ക്കോ. ബൈ ചക്കരേ. സത്യമായിട്ടും അമ്മ തന്നെയാണോ വിളിച്ചത്? ആ അതെ, അമ്മ തന്നെ വിളിച്ചത്. വ്രതം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയായിരുന്നു. ഈ അമ്മയുടെ ഒരു കാര്യേ എത്ര കാലം കൊണ്ട് കാണുന്നതാ ഞാനിത്. എനിക്കിപ്പോഴും ഒന്നും അറിയില്ലെന്ന് അമ്മയുടെ വിചാരം. പെൺകുട്ടികളുടെ അമ്മമാരായ അങ്ങനെ മോളെ. മക്കൾക്കെല്ലാം അറിയാമെങ്കിലും അമ്മമാർക്ക് ആ വെപ്രാളം ഉണ്ടാവും. ഞാൻ എടുത്തോളാം.